നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിൽ CPIM അംഗത്വം നൽകിയ യദു കൃഷ്ണനെ വ്യാജ കഞ്ചാവ് കേസിൽ കുടുക്കിയതാണെന്ന് ആരോപിച്ച് പത്തനംതിട്ട എക്സൈസ് ഓഫീസിലേക്ക് ഇന്ന് നടത്താനിരുന്ന സമരം DYFI മാറ്റിവെച്ചു. DYFI ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം നിശ്ചയിച്ചിരുന്നത്. SFI മുൻ നേതാവ് ബീന ഗോവിന്ദന്റെ സംസ്കാര ചടങ്ങ് നടക്കുന്നതിനാൽ സമരം മാറ്റിയെന്നാണ് നേതൃത്വം നൽകുന്ന വിശദീകരണം. പ്രവീൺ പുരുഷോത്തമനുണ്ട് വിവരങ്ങളുമായി. പ്രവീൺ, ഈ വിശദീകരണം എത്രത്തോളം വിശ്വസിക്കാനാകുന്നുണ്ട്? വലിയ വിവാദമായ ഒരു സംഭവം ആയിരുന്നു, അതുകൊണ്ട് സമരം മാറ്റുകയും പിന്നീട് ഈ സംസ്കാര ചടങ്ങ് ഒരു കാരണമായി പറയുകയും ചെയ്തു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ബിനിൽ, CPM സ്വീകരിച്ച 62 യുവാക്കളിൽ 3 പേർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നത്. അത് കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ള ശരൺചന്ദ്രനെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നു. കഞ്ചാവ് കേസിലെ പ്രതിയായിട്ടുള്ള യദുകൃഷ്ണൻ വരുന്നു. ഒപ്പം തന്നെ ഇന്നലെ മറ്റൊരു യുവാവിന്റെ പേരിൽ കൂടി ഒരു ആരോപണവും വന്നിരുന്നു. വധശ്രമ കേസിൽ പ്രതിയായിട്ടുള്ള ആളിനെയാണ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് എന്നൊരു ആരോപണം കൂടി വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇപ്പോൾ രാവിലെ 10:30 DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്നു. 1000-ഓളം പേർ ഈ സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് DYFI നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അവസാന നിമിഷം ഇപ്പോൾ ഈ ഒരു സമരം മാറ്റിവെച്ചിരിക്കുന്നതായാണ് DYFIയുടെ നേതൃത്വം അറിയിക്കുന്നത്. പ്രധാനമായും അവർ അതിനൊരു കാരണമായി പറയുന്നത് കഴിഞ്ഞ ദിവസം മുൻ SFI നേതാവും ഒപ്പം തന്നെ വിജ്ഞാൻ പത്തനംതിട്ട പദ്ധതിയുടെ ഡയറക്ടറുമായിട്ടുള്ള ബീന ഗോവിന്ദന്റെ മരണം സംഭവിച്ചിരുന്നു. അവരുടെ സംസ്കാര ചടങ്ങ് ഇന്ന് രാവിലെയാണ് നടക്കുന്നത്. അക്കാരണത്താൽ തൽക്കാലം ഈ സമരം മാറ്റിവെക്കുന്നു എന്നാണ് DYFI നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇന്നിപ്പോൾ എക്സൈസ് ഓഫീസിലേക്ക് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് DYFI നടത്തുകയാണെങ്കിൽ അത് വ്യാപകമായി DYFI നേതൃത്വത്തിനെതിരെയും ഒപ്പം തന്നെ CPM-നെതിരെയും ഒരു ആരോപണം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം യദുകൃഷ്ണൻ എന്ന യുവാവിനെ കഞ്ചാവുമായി എക്സൈസ് പിടിച്ചുവെന്നാണ് എക്സൈസിന്റെ റിപ്പോർട്ടിൽ ഉള്ളത്. എക്സൈസ് പത്തനംതിട്ട വിഭാഗം അത് എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും. വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ മാർച്ച് മാറ്റിയത് എന്ന സാധ്യത തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. മുൻ SFI നേതാവിന്റെ മരണം ഒരു കാരണമായി പറയുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ ഡാമേജുകൾ വരുത്തേണ്ടതില്ല. പ്രത്യേകിച്ച് കഞ്ചാവ് കേസ് പ്രതിക്ക് ഉൾപ്പെടെ വേണ്ടി ഉൾപ്പെടെ DYFI സമരം ചെയ്യുന്നത് പാർട്ടിക്ക് ഉൾപ്പെടെ നാണക്കേടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഈ തീരുമാനമെടുത്തത് എന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാനാകും. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.